എന്നാലും ഈ ആദ്യം ചെറുതായിരിക്കുമ്പോൾ നമ്മളതിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരിക്കില്ലേ എല്ലാ കാര്യത്തിനും. നീ വലുതായി കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും, അങ്ങനെ എത്തും എന്നൊക്കെ പറയുന്ന അങ്ങനെ ഏതെങ്കിലും ഫ്രണ്ട് ഉണ്ടോ കുഞ്ഞിലേ തൊട്ട്? അത് എപ്പോഴും പറയാറുണ്ട്. എൻ്റെ അങ്കിളുണ്ട്, ഉമ്മയുടെ അനിയനുണ്ട്, മൂപ്പരും കുറെ ഇങ്ങനെ പറയാറുണ്ട്. പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഞാൻ വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അജ്മീറിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ഫക്കീർ എൻ്റെ അടുത്ത്, ഒരു സൂഫി ഫക്കീറുണ്ട്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണുമ്പോൾ പറയും, തെരെ കമരമേ നോട്ട് കി ഗഡ്ഡി പടിയോ എന്ന് പറയും, നിൻ്റെ മുറിക്കകത്ത് നോട്ടിൻ്റെ കെട്ടുകൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ ചായ പിടിക്കാൻ പോലും കാശില്ലാത്ത സമയമാണ്. അപ്പോൾ ഞാൻ മൂപ്പരടുത്ത് ചോദിക്കും, മേരാ കമരാക്ക് ഇതറിയാമെന്ന് ചോദിക്കും, എൻ്റെ വീട് എവിടെയാണുള്ളത്, എൻ്റെ മുറി എവിടെയാണെന്നൊന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് പുള്ളി പറയുന്നത് ചിലപ്പം നമുക്ക് എന്തെങ്കിലും ഈ ഭൂമിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നായിരിക്കും. അതുകൊണ്ട് ഒരുപാട് നമുക്ക് ഈ നോട്ട് കീ ഗഡ്ഡി എന്ന് പറഞ്ഞാൽ സമ്പത്ത് മാത്രമായിരിക്കുമല്ലോ, പ്രശംസകളാവാം, സന്തോഷങ്ങളാവാം. ആ സന്തോഷങ്ങൾ എൻ്റെ മുറിയിൽ കൂട്ടി വെച്ചിരിക്കുന്നുണ്ടായിരിക്കും പുള്ളി ഉദ്ദേശിച്ചത്. അതെന്താണ് ഉദ്ദേശിച്ചതെന്ന് അറിയണമെങ്കിൽ ജീവിതം ലാസ്റ്റ് പോയിന്റിലേക്ക് മനസ്സിലാവുള്ളൂ. മുറി എൻ്റെ കൂടെ ഉണ്ടാവും, ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. കൂടെ ഉള്ളതിനെ എങ്ങനെ കണ്ടെത്തേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ അവിടെ സേഫ് ആണ്. അതെ അതെ, സേഫ്. മുത്തു ആദ്യമായിട്ട് പാടിയ പാട്ടുണ്ടാവില്ലേ, ഫസ്റ്റ് പാട്ട് എൻ്റെ ഓർമ്മയിലുള്ളത് അത് ലജ്ജാവതിയാണ്. ലജ്ജാവതി എവിടെ പാടി? ഞാൻ സ്കൂളിൽ LKG പഠിക്കുന്ന സമയത്ത് സ്റ്റേജിൽ കയറി നിന്ന് പാടിയ ഒരു ഓർമ്മ ഉണ്ട്. ഓ, അല്ലാതെ മുത്ത് ചെയ്ത പാട്ട് ആദ്യമായിട്ട് പാടിക്കൊടുത്തേ അതെവിടെയായിരുന്നു? അത് ഞാൻ ആദ്യം കമ്പോസ് ചെയ്ത് എഴുതുന്നത് സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അപ്പോൾ ഈ ഷാഫി കൊല്ലം, തൻസീർ കൂത്തുപറമ്പ്, സലീം കോടത്തൂർ, ഇവരുടെയൊക്കെ ഈ ആൽബം സോങ്സ് ട്രെൻഡായി നിൽക്കുന്ന ഒരു സമയം. ഞാൻ അങ്ങനത്തെ ഒരു കൾച്ചറിൽ നിന്നായിരുന്നു വന്നിരുന്നത്. കൂടുതലും സിനിമാ പാട്ടുകൾ കേൾക്കൽ തീരെ കുറവായിരുന്നു. ആൽബം സോങ്സ് പിന്നെയും കേട്ടിരുന്നു. ഈ ലജ്ജാവതിയൊക്കെ പണ്ട് കേട്ടത് വീട്ടിലൊരു റേഡിയോ ഉള്ളത് കൊണ്ട് അതിൽ ഇടയ്ക്ക് ഇങ്ങനെ പ്ലേ ആവുന്നത് കേട്ടിട്ട് ഞാൻ പഠിച്ചതാണ്. അത് പെട്ടെന്ന് പ്ലേ ആയി കഴിഞ്ഞാൽ അതങ്ങോട്ട് മാറ്റും. കാരണം നല്ല കുറച്ച് ഓർത്തഡോക്സ് ഫാമിലിയാണ്. അപ്പം അങ്ങനെ കേട്ടെന്തോ, പിന്നെ കൂടെ ഉള്ള പിള്ളേരൊക്കെ പാടുന്നതും അങ്ങനെ എന്തോ കേട്ട് പഠിച്ചതാവാം അത്. പിന്നെ ഈ ആൽബം സോങ്സിനോട്, അത് ഇങ്ങനെയുള്ള പാട്ടുകളോട് കുറച്ച് മാപ്പിള ടച്ചുള്ള പാട്ടുകളുണ്ടായിരുന്നു. അതിങ്ങനെ വീട്ടിലും അവിടെ ഇവിടെയൊക്കെ കേൾക്കുമായിരുന്നു. അങ്ങനെ ഞാൻ അതുപോലത്തെ ഒരു പാട്ടാണ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്, കമ്പോസ് ചെയ്യുന്നത്. അത് സ്കൂളിൽ ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 6, 7 ആ ഒരു സമയത്താണ്. സീനിയേഴ്സിന് ഞാൻ പാടി കേൾപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവരെനിക്ക് മിഠായിയൊക്കെ വാങ്ങിത്തരും. ആ സന്തോഷത്തിൽ പാടിക്കൊടുക്കും. അങ്ങനെ അതാണ് ഫസ്റ്റ് പാടിയ പാട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അപ്പൊ ഈ അപ്രിസിയേഷൻ കിട്ടാൻ തുടങ്ങിയത് ഇവരുടെ അടുത്ത് തന്നെയാണോ, ഈ സീനിയേഴ്സിന്റെ അടുത്ത്? സ്കൂളിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെയാണ്. ടീച്ചേഴ്സ് വഴക്ക് പറയായിരുന്നു, കാരണം നീ എപ്പോഴും ഈ വലിയ പിള്ളേരോടാണ് കമ്പനി. പക്ഷെ എൻ്റെ കൂടെ പഠിക്കുന്നവർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ, എന്താണ് എഴുതുന്നത്, എന്താണ് അതിൻ്റെ മീനിങ് എന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് മനസ്സിലാക്കുന്നത് കുറച്ചും കൂടെ മേലെ ഉള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഓഡിയൻസ് അവരായിരുന്നു. അപ്പോൾ ടീച്ചേഴ്സ് എപ്പോഴും വഴക്ക് പറയും, ഇവൻ അവൻ്റെ കൂടെയാണ്, അവരുടെ കൂടെയാണ് എപ്പോഴും എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? എതിർക്കുന്നില്ല. ഒറ്റവാക്കി തീർത്ത് കളഞ്ഞു, എതിർക്കുന്നില്ല. അവര് എന്ത് പറയുന്നു, ഇപ്പൊ ഇത്രയും ഹിറ്റായില്ലേ തലവരെയും കാര്യങ്ങളൊക്കെ? മനസ്സിലാക്കുന്നത് സന്തോഷം ഉണ്ടെന്നാണ്. പക്ഷേ എൻ്റെ വാപ്പ ഒരു മതപുരോഹിതനാണ്. പിന്നെ ഉമ്മ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളാണ്. അപ്പോൾ അവർക്ക് പരിമിതികളുണ്ടാവും. ഞാൻ സഞ്ചരിക്കുന്നത് എൻ്റേത് മാത്രമായ ഒരു വഴിയിലൂടെയാണ്. അപ്പോൾ ഒരിക്കലും എനിക്ക് അവരെ ഇതിനകത്ത് കാരണം പറയാനോ അല്ലെങ്കിൽ അവർക്ക് എന്നെ ഇത് പറയാനോ സാധിക്കില്ല. അപ്പോൾ ഞാൻ കുട്ടിക്കാലം മുതലേ ചിലപ്പോൾ മേ ബി ഈ പള്ളിയിൽ പോയി പഠിച്ച് അങ്ങനെ വളർന്നത് കൊണ്ടാവാം ഒറ്റയ്ക്ക് ജീവിക്കാൻ പ്രാപ്തനാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ആരെയും മേളിൽ ഇങ്ങനെ ചാരണം എന്നുള്ളൊരു ഇതില്ല. അപ്പോൾ വീട്ടുകാർ എനിക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നീ സിനിമകളിൽ അങ്ങനെയൊന്നും പറയുകയൊന്നുമില്ല, നീ പാട്ടുകൾ ചെയ്യും, അങ്ങനെയൊന്നുമില്ല, എതിർക്കുന്നില്ല അത്ര. പക്ഷെ അതിന് ഞാൻ അങ്ങനെ സന്തുഷ്ടനാണ്. അത് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിന്റെ പുറത്തായിരിക്കും. അതെ, സപ്പോർട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ചെയ്യാനുള്ളത് എന്താണോ അത് ചെയ്തുകൊണ്ടേയിരിക്കും.